കൊടുത്ത് കൊടുത്ത് വെസ്റ്റ് ഇൻഡീസിന് വേണ്ട കപ്പ് കേക്ക് കൊടുത്ത്. ഈ പ്രാവശ്യം വേൾഡ് കപ്പ് ഇല്ല, കപ്പ് കേക്ക് കൊണ്ട് വെസ്റ്റ് ഇൻഡീസ് നിങ്ങളൊന്ന് തൃപ്തരായിരിക്കുമോ? 2016 വാങ്കയുടെ മണ്ണിലിട്ട് തന്നത് ഈഡൻ ഗാർഡനിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഗ്രൗണ്ടിലിട്ട് ഞങ്ങൾ തിരിച്ചു തന്നിട്ടുണ്ട്. സൂപ്പർ പെർഫോമൻസ്. ഇന്ത്യ ഒരുപാട് മിസ്റ്റേക്ക് ആവർത്തിച്ചു. എന്നിരുന്നാലും ഇന്ത്യക്ക് ജയിച്ചു കയറാൻ കഴിഞ്ഞു. ഇന്നത്തെ ജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദി സഞ്ജു സാംസൺ ഹീറോ ആയിരുന്നടാ, ഹീറോ. നീയൊക്കെ താണ്ട സഞ്ജു സാംസന്റെ ഒരു സീരീസിന്റെ പുറത്ത്, ഒറ്റ ഒരു സീരീസ്, ന്യൂസിലാൻഡ് സീരീസ് പരാജയപ്പെട്ടപ്പോഴത്തേന് സഞ്ജു സാംസനെ എടുത്ത് പുറത്തേക്ക് കളയുന്നു. ഉള്ള കോൺഫിഡൻസ് എല്ലാം എടുത്ത് പുറത്തേക്ക് കളയുന്നു. തിലക് വർമ്മയ്ക്കും അഭിഷേക് ശർമ്മയ്ക്കും പകരം സഞ്ജു സാംസനെ ഇടുവോ ടീമിലെന്ന് ചോദിച്ചപ്പോഴത്തേനും സഞ്ജു തിലകിന് പകരം സഞ്ജു, അഭിഷേക് ശർമ്മയ്ക്ക് പകരം സഞ്ജു. എന്ത് പറയുന്നു സൂര്യകുമാർ യാദവേ, നീ പുച്ഛിച്ചവൻടാ. ഇന്ന് നിന്റെ മാനം കാത്തു. ഇന്ന് വെസ്റ്റ് ഇൻഡീസിന് മുമ്പിൽ ടീം അടിയറവ് പറയേണ്ടതായിരുന്നു. സഞ്ജു സാംസൺ കണ്ട ഒറ്റയാൾ പോരാട്ടം നടത്തി സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസി പിന്നെ ഉറപ്പിച്ചു. സൂര്യകുമാർ യാദവിന് കണ്ട നട്ടൽ ഉയർത്തി നിർത്താൻ പറ്റുന്ന ഒരു പെർഫോമൻസ് സഞ്ജു സാംസൺ കാണിച്ചു കൊടുത്തു. ടീമിൽ 15 പേരുണ്ട്, 14 പേരെ നല്ല രീതിയിൽ ക്യാരി ചെയ്യും. സഞ്ജു സാംസണോട് വേർതിരിവ്, സഞ്ജു സാംസണോട് പുച്ഛം. എന്നാൽ സഞ്ജു സാംസണോട് ടീമിന് വേണം താനും. സഞ്ജു സാംസനെ മാറ്റി നിർത്തി മൂന്നാമത്തെ ഒരു വിക്കറ്റ് കീപ്പറെ കുറിച്ച് എന്തുകൊണ്ട് ഇന്ത്യൻ ടീമിന് ചിന്തിക്കാൻ കഴിഞ്ഞില്ല? സഞ്ജു സാംസന്റെ പെർഫോമൻസിനെ ചോദ്യം ചെയ്തവർക്ക് ഇന്ന് കിട്ടിയ ഏറ്റവും നല്ലൊരു മറുപടി. ഇത്രയും നല്ലൊരു ചേസ് അവസാനം വരെ അവിടെ നിന്ന്, വിരാട് കോഹ്ലിയൊക്കെ ചേസ് ചെയ്യുമ്പോഴത്തേന് അവസാനം നിന്ന് ജയിപ്പിച്ചിട്ട് പോകുന്ന പോലെ അവസാനം വരെ അവിടെ നിന്ന് കളി ജയിപ്പിച്ചിട്ടാണ് സഞ്ജു സാംസൺ പോകുന്നത്. ചോദ്യം ഉയർത്തിയവരുടെ കണ്ണാക്കിലോട്ട് കണ്ടല്ലോ കപ്പ് കേക്ക് തിരികെ കയറ്റി വെച്ചിട്ടെ ആ ചെറുക്ക ഇറങ്ങി പോകുന്നു. 97 റൺസ് എടുക്കുന്നു, 97 റൺസ്. അതായത് ഒരു സെഞ്ചുറിക്ക് സമാനമായ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. സഞ്ജു സാംസന്റെ പെർഫോമൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന സ്കോർ തിലക് വർമ്മയുടെ 27 റൺസ്. വേറെ നമുക്ക് ഒറ്റ മനുഷ്യരെ കളിച്ചില്ല. ഇന്നും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ സംഭവിച്ചതുപോലെ ഇന്ത്യ വീഴുമോ എന്ന് വിചാരിച്ചു. സൂര്യകുമാറിന്റെ യാദവിന്റെ വിക്കറ്റ് പോയപ്പോഴത്തേന് ഇന്ത്യ വീഴുമെന്ന് വിചാരിച്ചു. വെസ്റ്റ് ഇൻഡീസ് കളിയിലോട്ട് തിരിച്ചു വരുമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു രീതിയിലുള്ള അവസരം കൊടുത്തില്ല. സൂപ്പർ കാൽക്കുലേറ്റഡ് ഇന്നിങ്സ് കാഴ്ചവെക്കുന്നു സഞ്ജു സാംസൺ വന്നിട്ട്. ഷോർട്ട് പിച്ച് ബോളിൽ ഔട്ടായി പോകുന്ന ആ പ്രവണത ഇന്ന് കാണിച്ചതേ ഇല്ല. ഇന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഷോട്ട് കളിച്ചത് ഓഫ് സൈഡിലാണ്. ഇന്ന് നോക്കുകയാണെങ്കിൽ സ്ക്വയർ കട്ടാണ് കളിച്ചത്, ഡ്രൈവായിരുന്നു കൂടുതൽ കളിച്ചത്. റൊമാരിയോ ഷെപ്പേഡിനെ എക്സ്ട്രാ കവറിന് മേളിലൂടെ അടിച്ച ഒരു 6 കാണുമായിരുന്നു. ബൗണ്ടറി നോക്കുകയാണെങ്കിൽ 74 മീറ്ററാണ് അവിടുത്തെ ബൗണ്ടറി. എക്സ്ട്രാ കവറിന് മേളിലൂടെ അടിച്ച ആ സൂപ്പർ 6. അഖിൽ ഹുസൈൻ എന്ന് പറഞ്ഞ ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നറെ ടേക്ക് ഓൺ ചെയ്തത്. ഇന്ന് നോക്കുകയാണെങ്കിൽ വെസ്റ്റ് ഇൻഡീസിലെ സ്പിന്നർമാർ കേവലം 4 ഓവർ എറിഞ്ഞത്. കാരണം എന്താ? സഞ്ജു സാംസനെ ഭയപ്പെട്ടിട്ട് 4 ഓവർ എറിഞ്ഞത് അവര്. സഞ്ജു സാംസൺ വരുന്നതിന് മുമ്പ് എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്? സ്പിന്നർമാർ വന്നിട്ട് റൺ റേറ്റ് കുറയ്ക്കും. 9 പോയിക്കൊണ്ടിരുന്ന റൺ റേറ്റിനെ 6 കൊണ്ടുവരുമായിരുന്നു. സഞ്ജു സാംസൺ അവിടെ നിൽക്കുമ്പോഴത്തേന് സ്പിന്നർമാരെ എറിയിപ്പിക്കാൻ പോലും കഴിയുന്നില്ല. അവിടെ മോട്ടി എന്ന് പറഞ്ഞ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത ബോളർ ടേക്ക് ഓൺ ചെയ്യുന്നു, ചേസിനെ ടേക്ക് ഓൺ ചെയ്യുന്നു. അഖിൽ ഹുസൈൻ എറിഞ്ഞ മൂന്നാമത്തെ ഓവറിൽ അഖിൽ ഹുസൈനെ 17 റൺസാണ് എടുത്തത്, 2 6 അടിച്ചത് മിഡോണിന്റെ മണ്ടയിലൂടെ. ഇനി എന്ത് പറയുന്നുണ്ട്? ഇനി സഞ്ജു സാംസൺ എന്തിന്റെ പേരിൽ പറഞ്ഞ് നിങ്ങൾ മാറ്റി നിർത്തും? സെമി ഫൈനലിൽ കളിക്കോ കളിക്കത്തില്ലയോ എന്നുള്ളതല്ല. ഇന്ത്യൻ ടീം ഒരുപാട് മിസ്റ്റേക്ക് ആവർത്തിച്ചു. 160 റൺസിനകത്ത് വെസ്റ്റ് ഇൻഡീസിനെ എറിഞ്ഞൊതുക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷേ നമ്മൾ ക്യാച്ചസ് കൊണ്ട് കളഞ്ഞു. ചേസിന്റെ ക്യാച്ച് നമ്മൾ കൊണ്ട് കളഞ്ഞു. ചേസ് 6 റൺസ് എടുത്ത് നിൽക്കുമ്പോഴാണ് ചേസിന്റെ ക്യാച്ച് കൊണ്ട് കളയുന്നത്. അഭിഷേക് ശർമ്മ ചേസിനെ കൊണ്ട് നമ്മൾ 40 റൺസ് എടുത്തു. അതാണ് ഇന്ന് കളിയിൽ ഏറ്റവും വലിയൊരു ക്രൂഷ്യൽ പോയിന്റ് ആയിട്ട് മാറിയത്. 160 അല്ലെങ്കിൽ 170 റൺസിനകത്ത് വെസ്റ്റ് ഇൻഡീസിൽ നിന്ന് ഒതുങ്ങിപ്പോയനെ. പക്ഷേ നമ്മുടെ മിസ്റ്റേക്ക്, എക്സ്ട്രാ നമ്മൾ കൊണ്ട് കൊടുത്ത 10 റൺസായി നമ്മൾ എക്സ്ട്രാ കൊണ്ട് കൊടുത്ത ബോളിങ്ങിൽ. 10 വൈഡ് ഇന്ത്യയുടെ ബോളർമാർ എറിഞ്ഞു, 10 വൈഡ് എറിഞ്ഞു ഇന്ത്യയുടെ ബോളർമാർ. മിസ്ഫീൽഡിലൂടെ തന്നെ നമ്മൾ 20 റൺസോളം എക്സ്ട്രാ ഇന്ന് കൊണ്ട് കൊടുത്തു. എന്തുമാത്രം മിസ്ഫീൽഡാണ് ഇന്ത്യ ചെയ്തത്? വനിൻ ചക്രവർത്തി സത്യം പറഞ്ഞ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഇറക്കാൻ പറ്റത്തുള്ളതെന്ന് തോന്നുന്നു. അതുപോലെ മിസ്ഫീൽഡാണ്. വനിൻ ചക്രവർത്തിക്ക് ബോൾ പിടിക്കാൻ കിട്ടുന്നതില്ല, അതുപോലെ മിസ്ഫീൽഡുകൾ ആവർത്തിക്കുന്നു. 3 ക്യാച്ച് കൊണ്ട് കളഞ്ഞ ഒരു ടീമാണ് ഇന്ത്യൻ ടീം. ഡിഫെൻഡിങ് ചാമ്പ്യന്മാരാണ്. ക്യാച്ചിങ് എഫിഷ്യൻസി നോക്കുവാണെങ്കിൽ ഏറ്റവും താഴെ. ഈ വേൾഡ് കപ്പിൽ നമ്മൾ കൊണ്ട് കളഞ്ഞ ഏകദേശം 12 ക്യാച്ചസ് കൊണ്ട് കളഞ്ഞത്. അഭിഷേക് ശർമ്മ വിട്ട് കളഞ്ഞ ക്യാച്ച് എത്രയാണെന്ന് അഭിഷേക് ശർമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? തിലക് വർമ്മ വിട്ട് കളഞ്ഞ ക്യാച്ച് എത്രയാണ് തിലക് വർമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? സോ അത്രമാത്രം നമ്മൾ മിസ്റ്റേക്ക് ആവർത്തിച്ചു. അവിടുന്ന് കണ്ട് ഒറ്റയാൾ പോരാട്ടം നടത്തി സഞ്ജു സാംസൺ ബാറ്റിങ്ങിലൂടെ ഇന്ത്യ വിജയിപ്പിച്ചു. സൂപ്പർ ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കും. ഇതിന്റെ മേളിൽ വെക്കാൻ പറ്റുന്ന ഒരു ഇന്നിങ്സ് ഉണ്ടെങ്കിൽ ആരെങ്കിലും വെക്ക്. സെമി ഫൈനലിനകത്ത് കാഴ്ചവെക്ക്, ഇന്ത്യ വിജയിപ്പിക്കും. ഫൈനലിനകത്ത് കാഴ്ചവെക്ക്, എന്നിട്ട് വിജയിപ്പിക്കും. 12 4 4 6 ഏകദേശം 180 സ്ട്രൈക്ക് റേറ്റിൽ മാച്ചിനെ ഫിനിഷ് ചെയ്തിട്ട് സഞ്ജു സാംസൺ ടീമിനെ വിജയിപ്പിക്കുന്നു. സൂപ്പർ പെർഫോമൻസ്. ഇന്ന് കൺട്രോൾ ഇന്നിങ്സ് ആയിരുന്നു. കൺട്രോൾ, ആവശ്യമില്ലാതെ വിക്കറ്റിനെ കൊണ്ട് വലിച്ചെറിഞ്ഞ് കളഞ്ഞതേ ഇല്ല. സഞ്ജു സാംസൺ ആ ഒരു ചേസ് മാസ്റ്റർ ആയിട്ട് മാറിയെന്ന്. ഇന്ത്യൻ ടീമിന് എന്തായിരുന്നു വേണ്ട? ഒരു ചേസ് മാസ്റ്റർ. നമുക്ക് നോക്കുമെങ്കിൽ സൗത്ത് ആഫ്രിക്കയെ നോക്കുമെങ്കിൽ ഒരു ചേസ് മാസ്റ്റർ ഇല്ലായിരുന്നു. നല്ല അനുകൂലമായ ഒരു ഘടകമായിരുന്നു. ഡ്യൂ ഉണ്ടായിരുന്നു, ചേസ് ഓൺ ആയിരുന്നു, ഫ്ലാറ്റ് പിച്ച് ആയിരുന്നു. പക്ഷേ നോക്ക് ഇന്ന് ഇന്ത്യൻ ടീമിന്റെ പെർഫോമൻസ്. അഭിഷേക് ശർമ്മ 10, ഇഷാൻ കിഷൻ 10, സൂര്യകുമാർ യാദവ് എന്ന് പറഞ്ഞ ഇന്ത്യയുടെ ക്യാപ്റ്റന് ഇന്ന് മാച്ചിനെ ഫിനിഷ് ചെയ്യണമായിരുന്നു, കളിക്കാൻ കഴിയുന്നില്ല. 18 റൺസേ
സൂര്യകുമാർ യാദവിന് എടുക്കാൻ കഴിയുന്നുള്ളൂ. തിലക് വർമ്മയുടെ, സഞ്ജു സാംസന്റെ ഒരു പെർഫോമൻസ്, ഹാർദിക് പാണ്ഡ്യയുടെ ഒരു ക്യാമിയോ ഇന്നിംഗ്സ് ഇന്ത്യൻ ടീമിനെ ആ സ്കോറിലോട്ട് എത്തിച്ചു. ഇന്ത്യൻ ടീമിന് ചേസ് ചെയ്യാൻ കഴിഞ്ഞു. സൂപ്പർ ബാറ്റിംഗ് പെർഫോമൻസ് സഞ്ജു സാംസൺ. നിന്നെ ഒതുക്കിയവർക്ക് നീ കൊടുത്ത മറുപടി. പിന്നെ ഇന്ത്യയുടെ ബാറ്റിംഗിലോട്ട് വരുവാണെങ്കിൽ അഭിഷേക് ശർമ്മ 10 ബോളാണ് കളിച്ചത്. 10 ബോൾ കളിച്ചപ്പോഴത്തേനും ഒരു കോൺഫിഡൻസും ഇല്ലായിരുന്നു അഭിഷേക് ശർമ്മയ്ക്ക്. ആദ്യത്തെ അഖിൽ ഹുസൈനെ അടിച്ച ആ ഒരു 4 ഉണ്ട്, അഭിഷേക് ശർമ്മയുടെ ടിപ്പിക്കൽ എക്സ്ട്രാ കവറിന് മേളിലൂടെ അടിക്കുന്ന ഒരു ഷോട്ട്. അത് കഴിഞ്ഞ് നോക്കുവാണെങ്കിൽ അഭിഷേക് ശർമ്മ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. പിന്നെ ഇഷാൻ കിഷന്റെ ബാറ്റിലോട്ട് വരുവാണെങ്കിൽ ഇഷാൻ കിഷന് ഇന്ന് ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇഷാൻ കിഷന്റെ ഒരു പാറ്റേൺ നോക്കുവാണെങ്കിൽ ഒരു കളി ഇഷാൻ കിഷൻ കളിക്കും, അടുത്ത കളിയിൽ ഫെയിൽ ആവും. ഇനി മേ ബി സെമി ഫൈനലിനകത്ത് കളിക്കുമായിരിക്കും, ഫൈനലിനകത്ത് എന്തോന്ന് അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ പോയിക്കൊണ്ടിരിക്കുന്ന ഇഷാൻ കിഷന്റെ ഇന്ന് ഇന്ത്യൻ ടീമിന് ഒരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു. പവർ പ്ലേക്കകത്ത് തന്നെ ഇന്ത്യയുടെ 2 വിക്കറ്റ് പോകുന്നു. 6 ഓവർ കംപ്ലീറ്റ് ആയില്ല. 4.4 ഓവറിനകത്ത് ഇന്ത്യയുടെ 2 വിക്കറ്റ് പോകുന്നു. 41 റൺസ് 2 വിക്കറ്റ് ഇന്ത്യയുടെ നഷ്ടമായി. അവിടുന്ന് സൂര്യകുമാർ യാദവിന്റെ വിക്കറ്റ് പോകുന്നു 11ാമത്തെ ഓവറിൽ. വെസ്റ്റ് ഇൻഡീസ് മാച്ചിലോട്ട് തിരിച്ചു വരുന്നു. തിലക് വർമ്മയുടെ ഒരു സൂപ്പർ ക്യാമിയോ ഇന്നിങ്സ്, സൂപ്പർ ഇന്നിങ്സ്. ഒരു രീതിയിലുള്ള പ്രഷർ തിലക് വർമ്മ അവിടെ കൊണ്ടുവന്നില്ല. 12ാമത്തെ ഓവർ നോക്കുവാണെങ്കിൽ ജോസഫിനെ 17 റൺസ് അടിക്കുന്നു. 3 ബൗണ്ടറി നോക്കുവാണെങ്കിൽ തിലക് വർമ്മയോട് അടിച്ചത്. അവിടെ നോക്കുവാണെങ്കിൽ പ്രഷർ വെസ്റ്റ് ഇൻഡീസിന്റെ മണ്ടേ കൊണ്ടുവച്ചു. ഒരു പ്രാവശ്യം പോലും നോക്കുവാണെങ്കിൽ റിക്വയർ റൺ റേറ്റ് ഉയർന്നതേ ഇല്ല. കറണ്ട് റൺ റേറ്റ് കറക്റ്റ് ഇന്ത്യ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരുന്നു. 8-9 എന്നുള്ള ആ ഒരു റൺ റേറ്റ് ഇന്ത്യ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരുന്നു. തിലക് വർമ്മയ്ക്കും സഞ്ജു സാംസനും ഹാർദിക് പാണ്ഡ്യയ്ക്കും ഒക്കെ സൂപ്പർ സല്യൂട്ട്, സൂപ്പർ ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഇന്ന് ഹീറോ ആവാൻ പറ്റിയ ഒരു അവസരമായിരുന്നു സൂര്യകുമാർ യാദവിന് ആസ് എ ക്യാപ്റ്റൻ. ഇതുവരെ നോക്കുവാണെങ്കിൽ ഒരു വലിയൊരു ഇന്നിങ്സ് സൂര്യകുമാർ യാദവിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല, USA എതിരെ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ. സോ ഇനിയുള്ള സെമിയിലാണെങ്കിലും ഫൈനലിലാണെങ്കിലും സൂര്യകുമാർ യാദവിന്റെ ഒരു നല്ലൊരു ഇന്നിങ്സ്, ഒരു ക്യാപ്റ്റന്റെ നോക്ക് അത്യാവശ്യം തന്നെയാണ് ഈ ടീമിനെ സംബന്ധിച്ചിടത്തോളം. അത് സൂര്യകുമാർ യാദവിന് കളിക്കാൻ കഴിയട്ടെ. അഭിഷേക് ശർമ്മയ്ക്ക് ഫോമിലോട്ട് തിരിച്ചു വരാൻ കഴിയട്ടെ. കോൺഫിഡൻസ് ഇല്ല അഭിഷേക് ശർമ്മയ്ക്ക്. 2 ക്യാച്ചസ് അഭിഷേക് ശർമ്മ കൊണ്ട് കളഞ്ഞത്. ലൈഫ് കൊടുക്കുന്നു. വെസ്റ്റ് ഇൻഡീസ് നോക്കുവാണെങ്കിൽ ഈ T20 വേൾഡ് കപ്പിലെ ഏറ്റവും ഉയർന്ന പവർ പ്ലേയിലെ സ്കോറാണ്. 45 റൺസ് എടുക്കുന്നു പവർ പ്ലേക്കകത്ത്. ഒരു ചാൻസ് ഉണ്ടായിരുന്നു ബുംറ ബോൾ ചെയ്ത 5ാമത്തെ ഓവറിനകത്ത് ബുംറ ഒരു സ്ലോ ബോൾ എറിയുന്നു. ചേസിന്റെ ഒരു ക്യാച്ചസ് അവിടെ കൊണ്ട് കളയുന്നു. സിംബാബ്വെക്കെതിരെ സംഭവിച്ച പോലെ ഇന്നും പവർ പ്ലേക്കകത്ത് ഇന്ത്യക്ക് വിക്കറ്റ് എടുക്കാൻ കഴിയുന്നില്ല. വെസ്റ്റ് ഇൻഡീസ് നോക്കുവാണെങ്കിൽ സൂപ്പർ പ്ലാനുമായിട്ട് വന്നു. വെസ്റ്റ് ഇൻഡീസിന് അറിയായിരുന്നു അവരുടെ കയ്യിൽ ബാറ്റിംഗ് പവർ ഹൗസ് ഉണ്ടെന്ന്. പിന്നെ അവർക്ക് റൺസ് അടിച്ച് കയറ്റാൻ കഴിയും, അല്ലെങ്കിൽ 200 റൺസ് അടിച്ച് കയറ്റാൻ കഴിയുമെന്ന് അവർക്കൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ബുംറയുടെ 2 ഓവർ വളരെ ക്രൂഷ്യലായിരുന്നു. 12ാമത്തെ ഓവർ ഈ കളിയിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ആണെന്ന് വിചാരിക്കുന്നു. ബാറ്റിംഗ് നോക്കുവാണെങ്കിൽ സഞ്ജു സാംസൺ, ബോളിങ്ങിലോട്ട് വരുവാണെങ്കിൽ 12ാമത്തെ ഓവറിൽ 2 വിക്കറ്റ്, 4 റൺസ് അവിടെ കൊടുക്കുന്നു. 2 വിക്കറ്റ് എടുക്കുന്നു. ഹിറ്റ്മറിന്റെ വിക്കറ്റ്. വരുൺ ചക്രവർത്തി നോക്കുവാണെങ്കിൽ ടേക്ക് ഓൺ ചെയ്ത ഹിറ്റ്മർ തുടങ്ങിയത്. സോ കറക്റ്റ് സമയത്ത് 12ാമത്തെ ഓവറിൽ ഒരു മാച്ചപ്പ് ഉണ്ടായിരുന്നു. ഇതുവരെ നോക്കുവാണെങ്കിൽ 9 കളിയിൽ നിന്നായിട്ട് 6 വട്ടം ബുംറ ഹിറ്റ്മറിനെ വിക്കറ്റ് എടുത്തിട്ടുണ്ട്. 12ാമത്തെ ഓവറിൽ കറക്റ്റ് സമയത്ത് സൂര്യകുമാർ യാദവ് കൊണ്ടുവരുന്നു. നല്ല ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരുന്ന ചേസിന്റെ വിക്കറ്റ് എടുക്കുന്നു. വെസ്റ്റ് ഇൻഡീസിനെ പ്രഷറിലോട്ട് കൊണ്ടുവന്നു. പക്ഷേ അത് കഴിഞ്ഞ് നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ മെയിൻ ബോളർമാര് ബുംറ, അർഷ്ദീപ് സിംഗ്, വരുൺ ചക്രവർത്തി 5 ഓവറിൽ ഇന്ത്യ വഴങ്ങിയത് 70 റൺസാണ്. ലാസ്റ്റ് 5 ഓവറിൽ ഇന്ത്യയുടെ പ്രൈം ബോളർമാർ 70 റൺസ് വഴങ്ങുന്നത് ഒരു കൺസേൺ തന്നെയാണ്. ഒരു ഫ്ലാറ്റ് പിച്ച് ആയിരുന്നു, ഡ്യൂ ഉണ്ട്, അത് ഇതുണ്ടെന്നൊക്കെ പറയാം. പക്ഷേ ഹാർദിക് പാണ്ഡ്യ ഡെത്ത് ഓവറിനകത്ത് ബോൾ ചെയ്യാൻ കഴിയുന്നില്ല. ശിവൻ ഡുബയ്ക്ക് ഡെത്ത് ഓവറിനകത്ത് ബോൾ ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇന്ത്യ എന്ത് ചെയ്തു? ഹാർദിക് പാണ്ഡ്യയ്ക്ക് മാക്സിമം ഓവർ കൊടുത്തു. മാക്സിമം 4 ഓവർ ഹാർദിക് പാണ്ഡ്യ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യിപ്പിച്ചു. ബുംറയും അർഷ്ദീപ് സിംഗിനെയും 4 ഓവർ മാറ്റി വെച്ചു. വരുൺ ചക്രവർത്തിക്ക് 1 ഓവർ മാറ്റി വെച്ചു. അവസാനത്തെ 5 ഓവറിൽ പക്ഷേ ഇന്ത്യ വഴങ്ങുന്നത് 70 റൺസാണ്. 30 ബോളിൽ ഇന്ത്യ വഴങ്ങുന്നത് 70 റൺസ്. 10 വൈഡോളം ഇന്ത്യൻ ടീം ഇന്ന് എറിഞ്ഞു. ബോളിംഗ് നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ഒരു ബെസ്റ്റ് ആയിരുന്നില്ല. പക്ഷേ ഹിറ്റ്മറിന്റെ വിക്കറ്റ് അവിടെ എടുക്കാൻ കഴിഞ്ഞു. അത് കളിയുടെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു 20-25 റൺസ് കളി ഷോർട്ടായി. ഇന്ന് നമ്മൾ നോക്കിക്കുക ജയിക്കുന്നത് എപ്പോഴാണ്? ലാസ്റ്റ് ഓവറിലാണ്. 4 ബോൾ ശേഷിക്കുക നമ്മൾ ജയിക്കുന്നത്. ഒരു 20-25 റൺസ് എക്സ്ട്രാ ആയിരുന്നെങ്കിൽ മേ ബി കളി മാറിപ്പോയാണ്. സോ ഞാൻ വിചാരിക്കുന്നു ബുംറ അവസാനത്തെ 2 ഓവറിൽ അടി വഴങ്ങി. പക്ഷേ ആദ്യത്തെ 2 ഓവറിൽ ബുംറ നോക്കുവാണെങ്കിൽ കേവലം 11 റൺസ് കൊടുത്തു, 2 വിക്കറ്റ് എടുത്തു. അവസാനത്തെ 2 ഓവർ നോക്കുവാണെങ്കിൽ ബുംറ ഇച്ചിരി എക്സ്പെൻസീവ് ആയി. സെമി ഫൈനലിലോട്ട് പോകുമ്പോഴത്തേക്കും ഇന്ത്യയുടെ ബോളിംഗ് കുറച്ചും കൂടെ ബെറ്റർ ആക്കേണ്ടതായിട്ടുണ്ട്. ഹാർദിക് പാണ്ഡ്യ നോക്കുവാണെങ്കിൽ ഇന്ന് റൺസ് വഴങ്ങുന്നു. വരുൺ ചക്രവർത്തി നോക്കുവാണെങ്കിൽ ഒരു വിക്കറ്റ് എടുത്തു, ഷേ ഹോപ്പിന്റെ ഒരു വിക്കറ്റ് എടുത്തു. പക്ഷേ ആ ഒരു കറക്റ്റ് ലെങ്തിൽ ബോൾ ചെയ്യാൻ കഴിയുന്നില്ല. ആ ഒരു ഫുൾ ലെങ്ത് ഡെലിവറി കിട്ടുന്നില്ല. ആ ഒരു ഗൂളി കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അല്ലെങ്കിൽ എതിർ ടീം നോക്കുവാണെങ്കിൽ വരുൺ ചക്രവർത്തി നല്ലപോലെ പിക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന് 4 ഓവറിൽ 40 റൺസാണ് കൊടുത്തത്. എക്കണോമി നോക്കുവാണെങ്കിൽ 10 ആണ്. ഹാർദിക് പാണ്ഡ്യ നോക്കുവാണെങ്കിൽ റൺസ് വഴങ്ങി. പക്ഷെ അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിക്കറ്റ് എടുത്തു റുദർഫോർഡിന്റെ. പിന്നെ അർഷ്ദീപ് സിംഗിന് പവർ പ്ലേയിൽ വിക്കറ്റ് കിട്ടുന്നില്ല. നോക്കുവാണെങ്കിൽ പിച്ച് വലുതായിട്ടുള്ള ഒരു മൂവ്മെന്റോ ടേണിങ്ങോ ഒന്നും ഇല്ലായിരുന്നു. എപ്പം പിച്ച് ഫ്ലാറ്റ് ആവുന്നു അപ്പം അർഷ്ദീപ് സിംഗ് സത്യം പറഞ്ഞ തല്ല് വാങ്ങിച്ചു കൊണ്ടു. പിച്ചിനകത്ത് എന്തെങ്കിലും ഒരു മൂവ്മെന്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അർഷ്ദീപ് സിംഗ് പുലിയാണ്, എർലി ഓൺ വിക്കറ്റ് എടുക്കും. പക്ഷേ
പിച്ച് ഫ്ലാറ്റ് ആകുമ്പോഴത്തേന് അർഷ്ദീപ് സിംഗ് റണ്ണ് വഴങ്ങുന്നതും ഒരു കൺസേൺ തന്നെയാണ്. 3 ക്യാച്ച് കളയുന്ന ഒരു ടീമൊക്കെ വിജയിക്കുമെന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ് കേട്ടോ. ഒരു റൺ ഔട്ട് ചാൻസ് കൊണ്ട് കളയുന്നു, എന്നിട്ട് നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞു. മിസ്ഫീൽഡ് ചെയ്തു, എന്നിട്ട് നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞു. 10 വൈഡ് കൊണ്ട് എറിഞ്ഞു, എന്നിട്ട് നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞു. അല്പം കൂടെ ഇന്ത്യയുടെ ബോളിംഗ് മെച്ചപ്പെടുത്തുക. അതുപോലെ തന്നെ പ്രഷർ സിറ്റുവേഷനിൽ ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാർ, പ്രത്യേകിച്ച് അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, സൂര്യകുമാർ യാദവ് ഒക്കെ കുറച്ചും കൂടെ ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെച്ചില്ലെങ്കിൽ സെമിയിൽ കാലിടറും, അല്ലെങ്കിൽ ഫൈനലിനകത്ത് കാലിടറും. ഇവിടം വരെ എത്തി. ഈ കപ്പ് ഇന്ത്യയുടെയാണ്. നമ്മൾ മാത്രം വിചാരിച്ചാലേ നമ്മളെ തോൽപ്പിക്കാൻ കഴിയത്തുള്ളൂ. ഇംഗ്ലണ്ട് വിചാരിച്ചാലോ സൗത്ത് ആഫ്രിക്ക വിചാരിച്ചാലോ നമ്മളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. നമ്മൾ വിചാരിക്കണം നമ്മൾ തോക്കണമെങ്കിൽ. ഇന്ത്യ ഇനി ഡിസൈഡ് ചെയ്യുക, നമുക്ക് തോക്കണോ സെമിന്ന് കര കയറണോ എന്നുള്ളത്. മിക്കവാറും ഫൈനലിനകത്ത് വരുന്ന സൗത്ത് ആഫ്രിക്ക ആയിരിക്കും. സൗത്ത് ആഫ്രിക്കയെ നമ്മുടെ മണ്ണിലിട്ട് ഉരുട്ടണം. നമ്മളെ നമ്മുടെ മണ്ണിലിട്ട് അവർ ഉരുട്ടിയതാണ്. അവരുടെ കോച്ചിന്റെ ഉൾപ്പെടെയുള്ളവരുടെ വാക്ക് നമ്മൾ മറന്നു പോരുത്. നമ്മുടെ ചെവിയിൽ നമ്മുടെ മനസ്സിൽ ഇരിക്കണം. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയൊക്കെ ഒരു മത്സരം കളിക്കാൻ പോകുമ്പോഴത്തേന്, സൗത്ത് ആഫ്രിക്ക മുമ്പ് കളിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഇംഗ്ലണ്ടിനെ ചെറുതായിട്ട് കാണരുത്. ഇംഗ്ലണ്ട് നോക്കുവാണെങ്കിൽ അല്പം കൂടെ ബെറ്റർ ബോളിംഗ് സൈഡാണ്. വെസ്റ്റ് ഇൻഡീസ് നോക്കുവാണെങ്കിൽ അത്ര ഒരു വലിയ ബെറ്റർ ബോളിംഗ് സൈഡൊന്നും അല്ല. അവർ 7 ബോളർമാരെയൊക്കെ യൂട്ടിലൈസ് ചെയ്തു. വലിയൊരു പേസ് ഉള്ള ബോളർമാരൊന്നും അല്ല. അവിടെ ജോഫ് ആർച്ചർ എന്ന് പറഞ്ഞ ഒരു പേസ് ബോളർ ഉണ്ട്. അവിടെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സ്പിന്നർമാരുണ്ട്. സോ അവിടെ ഇന്ത്യ അല്പം കൂടെ ബെറ്റർ ആയിട്ട് പെർഫോമൻസ് ചെയ്താൽ മാത്രമേ ഇംഗ്ലണ്ടിനെയൊക്കെ നമുക്ക് പരാജയപ്പെടുത്താൻ കഴിയത്തുള്ളൂ. എന്തായാലും ഒരുപാട് മിസ്റ്റേക്കുകൾ ഇന്ത്യ ആവർത്തിച്ചു, അവിടെയൊക്കെ ജയിച്ച് കയറാൻ കഴിഞ്ഞു. ഇനി ഇംഗ്ലണ്ടുമായിട്ടുള്ള സെമി ഫൈനൽ 4-ാം തീയതി നോക്കുവാണെങ്കിൽ ഇന്ത്യൻ ടീമിന്റെ ഒരു പ്രിവ്യൂ ആയിട്ട് വരാം. 2 ടീമിന്റെ ഒരു പ്രിവ്യൂ ഒക്കെ ചെയ്യാം. സോ ഇനി എന്തായാലും പ്രിവ്യൂ വീഡിയോയിൽ കാണാം.